ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഹൗസ് നിൽക്കുന്നിടത്ത് നമ്മൾ ഈ ഹൗസ് എങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഹൗസ് മാത്രമല്ല നമ്മളെ ഗെയിം ഒക്കെ ഒന്നായിട്ട് മാറി മറിഞ്ഞിങ്ങനെ. അപ്പൊ ഈ ഹൗസ് ചേഞ്ച് ചെയ്താണ് നമ്മളൊരു പുതിയ ഹൗസ് ഉണ്ടാക്കി ഈ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞു തരാം. അപ്പൊ ഹോസ്പിറ്റലാണ് നമ്മൾ ഈ വീട് നിൽക്കുന്നിടത്ത് വരുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളെ കാർ ഷോറൂം മാറ്റിക്കാണ് നമ്മളൊരു സ്കൂൾ പണിഞ്ഞിക്കണേ. അപ്പൊ ഇതാണ് നമ്മളെ കാർ ഷോറൂം വരുന്നത് മാറ്റിയാണ് ഇതൊരു സ്കൂൾ ഉണ്ടാക്കിക്കണേ. അടിപൊളി സ്കൂളാണ്. വീട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവും. അതേപോലെ തന്നെ കുറെ മോഡ് ആഡ് ചെയ്തിക്കണേ. മെയിൻ ആയിട്ട് പുതിയ 2 മോഡ് വന്നിങ്ങനെ. അപ്പം പുതിയ മോഡ് ഏതാന്ന് പരിചയപ്പെടുത്തുക. പഴയതാണ് ആർക്കും സോംബിന്റെതും കുറെ എന്തൊക്കെ ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ പുതിയത് 2 പരിചയപ്പെടുത്തി. അപ്പൊ വീട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഇത് പുതിയൊരു ഗെയിമാണ്. അപ്പൊ ആ ഗെയിമിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഗെയിമിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് നേരെ തൊട്ടാൽ പ്ലേ സ്റ്റോർക്ക് ഡൗൺലോഡ് ചെയ്ത് കളിച്ചോക്കെ. അടിപൊളി ഗെയിം. നമ്മളെ ഗെയിമിൽ ഇല്ലാത്ത കുറെ ഫീച്ചർ ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയത്. അപ്പൊ നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. അപ്പൊ സ്വിമ്മിംഗ് പൂളിലാണ് നമ്മൾ നീന്തേണ്ട. അടിപൊളിയാണ് എക്സ്പീരിയൻസ്. അപ്പൊ ഇതിൽ നമ്മളെ ഗെയിമിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഈ ഗെയിമുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ കയറിയിരിക്കണം. അപ്പൊ നമ്മളെ ഗെയിമിലുള്ള എല്ലാ കാറും ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ കാറ് കുറെ ഇല്ലാത്തോണ്ട് അപ്പൊ നമ്മളെ വീടാണ് വരുന്നത്. വീടിന്റെ മുകൾക്കൊന്നും കയറാൻ പറ്റില്ല, സ്റ്റെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. നമ്മൾ അതേ കയറിയാൽ തെറിച്ചിങ്ങോട്ട് പോകും. അപ്പൊ വണ്ടിയൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മളെ ഗെയിമിലേക്കുള്ള പോലീസ് വണ്ടി ആദ്യം പരിചയപ്പെടുത്തരാം. ഗെയിമിലത്തെ ചീപ്പ് കോഡ് തന്നെ ഈ ഗെയിമിലൊക്കെ ഒട്ടുമിക്ക ഉള്ളത്. അപ്പൊ നമ്മൾ 100 കോൾ ചെയ്യുമ്പോൾ 2 പോലീസ് വണ്ടി, 101 കോൾ ചെയ്യുമ്പോൾ വലിയൊരു പോലീസ് വണ്ടി. അപ്പൊ ഇതിന്റെ കളർ തന്നെ കണ്ടാൽ മനസ്സിലായി, ഒരു ബാറൊരു കളറാണ്. അപ്പൊ നമ്മളെ ഗെയിമിലുള്ള എല്ലാ വണ്ടികളും ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് കളറൊക്കെ ഇത് ചേഞ്ച് ചെയ്ത് ഡ്രസ്സിന്റെ കളറൊക്കെ നമ്മളെ ഗെയിമിൽ ഇല്ലാത്ത ഡ്രസ്സിന്റെ കളറൊക്കെ ഉണ്ട്. നമ്മളെ ഡ്രസ്സിൽ ആദ്യം ചോപ്പിന് അതിന്റെ കളറാണുള്ളത് ഈ ഇതില്. അപ്പൊ അതാ നീല, അങ്ങനത്തെ പല പല കളറുണ്ട്. അപ്പൊ നമ്മൾ അടിപൊളി. പിന്നെ അതേപോലെ തന്നെ ട്രൗസറൊക്കെ അതേപോലെ തന്നെ ഇതിലുള്ള എല്ലാതും നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചേഞ്ച് ചെയ്യണ കാണാം. അപ്പൊ നമ്മളെ ഗെയിമിൽ ഇങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ഇല്ല, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. മാസ്കിന്റെ അങ്ങനത്തെ ഇതിന്റെ ഒക്കെ ഉണ്ട്, ബാഗിന്റെ ഒക്കെ ഉണ്ട്, മുടിന്റെ ഇല്ല, കൂളിംഗ് ഗ്ലാസിന്റെ ഇല്ല, തൊപ്പിന്റെ അങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ പഴയ ഡ്രസ്സൊക്കെ വന്ന് നമ്മളെ വീട് വരുന്നത് നമ്മളെ പഴയ വീട്ടിൽ, നമ്മളെ ഗെയിമത്തെ പഴയ വീട്ടിന്റെ ആ ലൊക്കേഷനും ഭാഗത്താണ് നമ്മൾ ഈ വീട് വരുന്നത്. നമ്മളെ ഗെയിമിലുള്ള ചീപ്പ് കോഡൊക്കെയാണ് ഈ ഗെയിമിൽ വരുന്നത്. അപ്പൊ ഞാൻ 2 വണ്ടി വിളിച്ച് കാണിച്ചിട്ട് നമ്മുടെ ഗെയിമത്തെ ചീപ്പ് കോഡ് വിളിച്ചിരിക്കണം. അപ്പൊ അതേപോലെ തന്നെ വണ്ടിയാണ് വരുന്നത്. ഒരു വ്യത്യാസമില്ല, ചീപ്പ് കോഡിൽ വണ്ടി വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ കാണിച്ചത് ചില വണ്ടി ഇതിൽ കിട്ടാത്ത, നമ്മളെ ഗെയിമത്തെ വണ്ടി കുറെ കിട്ടാത്ത, പിന്നെ അനിമലൊക്കെ കിട്ടാത്ത, അതായത് വെയിറ്റ് ചെയ്തെന്നാൽ മാത്രം മനസ്സിലുള്ളൂ. അപ്പൊ ഞാൻ കോൾ ചെയ്യുന്ന അനിമൽ ഒന്ന് കിട്ടുന്നത് അത് എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ ഗെയിമിന് പ്ലഗിൻ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിന് മാത്രമേ ഇത് വരുള്ളൂ. അപ്പൊ ഈ ഗെയിമിൽ ഇങ്ങനത്തെ ഐറ്റംസ് വരും. ഈ വട്ടിട്ടിക്കണത് ഇത് മാത്രമേ നമ്മളെ ഗെയിമിലേക്ക് വരുള്ളൂ. വേറെ ഒരു വെഹിക്കിളോ ഒരു അനിമൽസ് ഒന്നും വരില്ല. ഈ അനിമൽസ് ഒന്നും ഈ ഗെയിമിലേക്ക് ഇല്ല. അപ്പൊ ഈ ഗെയിമിനായിട്ട് ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോ അതിൽ അനിമലൊക്കെ ഉണ്ടാവുക കാരണം. അപ്പൊ ഞാൻ ഈ ചീപ്പ് കോഡൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ആ ഗെയിമിന്റെ ചീപ്പ് കോഡ് പഴയ ചീപ്പ് കോഡ് തന്നെയാണ്. നമ്മൾ 66 എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ കാറ് കിട്ടണ മാതിരി തന്നെയാണ്. അതിലൊരു വ്യത്യാസം, നമ്മൾ പഴയ ഗെയിമിൽ ഇത് റിമൂവ് ചെയ്തതിന് പിന്നെ നമ്മളിതപ്പോ നമ്മളെ 14, 13, 12, 10 കോൾ ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് വണ്ടി കിട്ടൂല. അതിൽ നമ്മൾ ആ ഗെയിമൊക്കെ കിട്ടുള്ളൂ, ഈ ഗെയിമൊക്കെ കിട്ടൂല. അപ്പൊ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഹോസ്പിറ്റൽ അയക്കണം. നമ്മളെ ഈ ഗെയിമിൽ ഇപ്പൊ ഈ നമ്മളെ വീട്ടിൽ ഹോസ്പിറ്റൽ, നമ്മളെ ഗെയിം അല്ലത് ശരിക്കും ഒരു വേറെ ഗെയിമാണ്. ഈ ഹോസ്പിറ്റൽ നമ്മളെ പോലീസ് സ്റ്റേഷന്റെ അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. പോലീസ് സ്റ്റേഷൻ ആണ് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. അപ്പൊ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഈ ഗെയിമിൽ നിന്ന് റിമൂവ് ഒന്നും ചെയ്തിട്ടില്ല. ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ മുകളിൽ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ തോന്നുള്ളൂ, ഒരു കട്ടിലൊക്കെ ഇട്ട ഐറ്റംസ് അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കിയിട്ട് കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വ്യത്യാസം ഉണ്ടെന്ന് കാണിച്ചിട്ട് അതിനെപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തില്ല. പോലീസ് സ്റ്റേഷനിൽ പോലീസ് സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു റിമൂവ് ഒന്നും ചെയ്തിട്ട് മുകളിൽ ഇതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതേപോലെ തന്നെ ഉണ്ട് ഒരു സാഡ് ന്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഗെയിമിലേക്ക് താറോക്സ് ആഡായിട്ടില്ല. അപ്പൊ ഞാൻ താറോക്സിന് ചീപ്പ് കോഡ് വിളിച്ച് നമുക്ക് താറോക്സ് കിട്ടൂല, വേണ്ട താറോക്സ് കിട്ടില്ല. ബാക്കി 2 താറോ ആഡായിക്കണേ. ഞാൻ താറ് വിളിച്ച് കാണിച്ചിട്ട് അപ്പൊ പഴയ താറിന്റെ ചിപ്പ് കോഡ് എല്ലാവർക്കും 90 കോൾ ചെയ്യുമ്പോൾ പഴയ താറിട്ട്, പിന്നെ 91 കോൾ ചെയ്യുമ്പോൾ പുതിയൊരു താറിട്ടു. അപ്പൊ ഈ 2 താറോ ആഡായിക്കണേ. അപ്പൊ നമുക്ക് പുതിയ താറോക്സ് ആഡായിട്ടില്ല. അതിന്റെ പകരമായിട്ട് നമുക്ക് റെയ്മോഡൊക്കെ ഇതിൽ വിളിച്ചാൽ മതി. റെയ്മോഡും താറോക്സ് ആടാവാത്ത റെയ്മോഡൊക്കെ ഇതിൽ ആഡായിക്കണേ. അപ്പൊ നമുക്ക് കോൾ ചെയ്യുമ്പോൾ റെയ്മോഡ് ആക്ടിവേഷൻ ആണാവണ് കാണാൻ അടിപൊളിയാണ്. റെയ്മോഡൊക്കെ ഇതിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ഗെയിമിൽ റെയ്മോഡൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗെയിമിൽ റെയ്മോഡിൽ വണ്ടി കാണാൻ അടിപൊളിയാണ്. ഈ ഗെയിമിൽ പല കളറുണ്ട്, നമ്മളെ ഗെയിമിൽ ഇല്ലാത്ത കളറുകളൊക്കെ ഉണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ വീഡിയോ അടിച്ചിട്ട് കണ്ടാൽ മാത്രം മനസ്സിലായി. അപ്പൊ നമുക്ക് നേരെ കാർ ഷോറൂമൊക്കെ പോയേക്കാം. അങ്ങനെ കാർ ഷോറൂമിൽ എത്തി. കാർ ഷോറൂം നമ്മളെ സ്കൂളാണ് വരുന്നത്. അടിപൊളി സ്കൂളിലെ പണി വെച്ചിട്ട് നമ്മളെ കാർ ഷോറൂം നിൽക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പൊ ഇത് ഇറങ്ങിയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സ്കൂളൊക്കെ അടിപൊളി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളെ സ്കൂൾ വരുന്നത്. അടിപൊളി. അതിന്റെ മോൾക്ക് ഇതേപോലെ തന്നെ ഉണ്ട്. അടിപൊളി ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ച് അടിപൊളിയാക്കി. അപ്പൊ നമുക്ക് നേരെ ഇനി മോൾക്ക് കയറാം. സ്റ്റെപ്പ് അറിയാണ് മോൾക്ക് കയറാം. അപ്പൊ ആരെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൺ ആക്കി നിങ്ങൾ സപ്പോർട്ടിന്റെ മാത്രം വീഡിയോ ഇടാനുള്ള ഉന്മേഷം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് തരാം. അപ്പൊ ഷെയർ ചെയ്ത് ഇന്ത്യൻ ബൈക്ക് കളിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഗെയിമിലേക്ക് ഗൺസ് ഒന്നും റിമൂവ് ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ
തന്നെ ഗണ്ണുണ്ട്, ഒരു വ്യത്യാസമില്ല നമ്മളെ ഗെയിമിൽ അങ്ങനെ ഗണ്ണ് അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മനുഷ്യന്മാരൊക്കെ മാറിയിരിക്കണം. ഇതല്ല കളർ വ്യത്യാസമാണ്. ഇത് ആദ്യം ഒരു വൈറ്റ് ഷർട്ട് ഇനിയിപ്പോ അത് വൈറ്റ് മാറാൻ വേറെ കളറായി. ഫൈറ്റ് ചെയ്യാനൊന്നും മാറിയിട്ടില്ല. പിന്നെ അതേപോലെ ഞാൻ കാറുകളൊക്കെ മാറി ഞാൻ കാണിച്ചത്. അപ്പൊ ഈ കാർ ഒരു വെള്ളക്കാറാണ്. ഇതിന്റെ കുറെ കാർ വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കാറും റെഡ് ഒക്കെ ഉണ്ട്. ആദ്യം ഇത് പച്ചക്കാർ, അതുപോലെ തന്നെ ലംബോർഗിനി ഇതാ വേറെ കളറുണ്ട്. ഇതങ്ങനെ കുറെ കളർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കളറൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ കളർ മാറ്റിയതല്ല, ഞാൻ കളർ മാറ്റി കളിച്ചിട്ട് നമ്മളെ ഗെയിമത്തെ ഈ കളറായിരുന്നു. പിന്നെ ഈ ആരമാർക്കായിട്ട് നമ്മളെ ഗെയിമിൽ ഇല്ലാത്ത കളർ ഇട്ടു. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഗെയിമിൽ. ഇങ്ങനത്തെ ഓപ്ഷൻ ഇല്ല, നമുക്ക് കളർ ഇങ്ങനെ മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ ബോഡി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കളർ ഇങ്ങനെ മാറ്റി. ഞാൻ അങ്ങനെ കളർ മാറ്റി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ മാറ്റാം. നമ്മളെ ഗെയിമിലേക്ക് ഇങ്ങനത്തെ കളറൊന്നും ഇല്ല. അപ്പൊ അടിപൊളി നമ്മൾ വന്ന അടിപൊളി ഡിസൈൻ ആവും. അപ്പൊ നമുക്ക് ഒരു കാറ് സെലക്ട് ചെയ്യാം, കാറായി സെലക്ട് ചെയ്തേ. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ടെയ്നർ വെച്ചിട്ട് കുറെ ചലഞ്ച് ഒക്കെ അടിപൊളിയാക്കി ചലഞ്ച് ചെയ്തേ. അപ്പൊ ഇതിൽ കുറെ കണ്ടെയ്നർ ചലഞ്ച് ഉണ്ട്. നമ്മളെ ഗെയിമിൽ ഞാൻ കാട്ടി കുറെ കണ്ടെയ്നർ വെച്ച് ചലഞ്ച് ചെയ്തേ. ആ അടിപൊളി. അപ്പൊ നിങ്ങൾ കളിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടത്തായ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്ത്. പിന്നെ അതേപോലെ നമ്മൾ സ്വിമ്മിങ്ങിന്റെ ഓപ്ഷൻ നമ്മളെ കടലിക്ക് ബീച്ചിക്ക് വന്നപ്പോ നമ്മളെ ഗെയിം ഇത് ഇന്ത്യൻ ബൈക്ക് കളിക്കുന്ന ഗെയിമിൽ നിങ്ങൾക്ക് വ്യത്യാസം തായ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ഗെയിമിന്റെ പേരും അപ്പൊ നമ്മൾ കളിക്കുന്ന ഗെയിമിന്റെ പേരും കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ കമന്റ് ചെയ്യാൻ മാർക്ക് ചെയ്ത്. പിന്നെ അതേപോലെ മോഡ് പ്രോപ്സ് ആടേക്കണം. അപ്പൊ ഞാൻ കാണിച്ചിട്ടാണ് സെറ്റിംഗ്സ് കയറിയാണ് നേരെ കാണിച്ചത്. അപ്പൊ ഇതായാലും നമ്മൾ 0 തൊട്ട് 50 വരെയുള്ള പ്രോപ്സ് ആടേക്കും. അപ്പൊ നമ്മൾ പുതിയ ഗെയിം ആയതുകൊണ്ട് നമുക്ക് കുറെ മോഡ് ഇത് പരിചയപ്പെടുത്തി തരാം. അപ്പൊ എനിക്ക് കുറെ പരിചയപ്പെട്ട് തരാണ്ട്. അപ്പൊ എനിക്ക് കുറെ പരിചയപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ കമന്റ്. പിന്നെ കുറെ മോഡില് നമുക്ക് കുറെ ചലഞ്ചസ് ആടേക്കണം. 4 ചലഞ്ച് ആദ്യം ഉള്ളതിന് ഇപ്പൊ 2 ചലഞ്ച് ആടേക്കണം. അത് ഞാൻ രണ്ടും എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഫസ്റ്റത്തെ ചലഞ്ച് ഞാൻ എടുക്കണം. അപ്പൊ ഇതാണ് ഗോസ്റ്റ്. അടിപൊളിയാണ്. ഗോസ്റ്റിന്റെ സ്ഥലത്തേക്ക് എത്തി. അപ്പൊ ഇത് ജുറാസി പാർക്കാണ്. ഇപ്പൊ ഗോസ്റ്റ് ഉള്ളത്. അപ്പൊ ഗോസ്റ്റിന്റെ ഹൗസ് ഒക്കെ ഞാൻ കാണിച്ചത്. ഗോസ്റ്റ് ഒറ്റ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇൻഫിനൽത്തൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻഫിനൽത്ത് ഓൺ ആക്കി നല്ല അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഗോസ്റ്റ് എത്തിക്കണം. അപ്പൊ ഇതാണ് ഗോസ്റ്റ് വരുന്നത്. അപ്പൊ ഗോസ്റ്റ് ആണ് ആക്രമിക്കുക. അപ്പൊ നമ്മൾ ഇൻഫിനൽത്ത് ഓൺ ആക്കിയോണ്ട് ഇപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഹൗസ് വരുന്നത് ഗോസ്റ്റിന്റെ. അപ്പൊ അടിപൊളി ഗോസ്റ്റിന്റെ ഹൗസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഗോസ്റ്റ് ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നും ഇൻഫിനൽത്ത് ഓൺ ആക്കിയോണ്ട്. അപ്പൊ ഇതാണ് ഗോസ്റ്റ്. ഇതിനെ കണ്ടിട്ട് എനിക്ക് അത്രക്ക് പേടിയൊന്നും തോന്നില്ല. കുറച്ച് റിയാലിറ്റി ഒക്കെ തോന്നിയതിന് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ആക്രമിക്കണം. എനിക്ക് അത്ര റിയാലിറ്റിക്ക് ഒന്നും തോന്നി. നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ്. ഗോസ്റ്റ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അടിപൊളി മോഡ് പരിചയപ്പെടുത്തി. അപ്പൊ അടുത്ത മോഡാണ് മൂന്നാറ്. അപ്പൊ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് അപ്പൊ നമുക്ക് നേരെ അടുത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്തിലെത്തിന്. അപ്പൊ ഇതാണ് ഇവിടെ ഏലിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഏലിയൻസ് ഉണ്ടാകുന്നൊക്കെ നോക്കുകയാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുക. പക്ഷെ അവിടെ ഏലിയൻസ് കാണുന്നുണ്ട്. നമുക്ക് നേരെ ഏലിയൻസിന്റെ അടുത്ത് പോകാം. അങ്ങനെ ഏലിയൻസിന്റെ അടുത്ത് എത്തിക്കണം. അപ്പൊ ഗണ്ണ് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്ത് 2 ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊള്ളിന് കുറച്ച് പ്രയാസമൊക്കെ നമ്മളെ ഗണ്ണ് നേരെ പിടിച്ചാത്തോണ്ട് നമ്മൾ അങ്ങനെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ ഇൻഫിനൽത്ത് ഓൺ ആക്കിയോണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മളിങ്ങനെ വെടിക്കുന്നുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ വെടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെഡ് ആവേണ്ട, ഒരു ഡെഡ് ആയിട്ടില്ല, 2 ആൾ ഡെഡ് ആയിട്ട്. നമ്മളെ കുറെ വെടിച്ചാൽ മാത്രം ഡെഡ് ആവുള്ളൂ. അങ്ങനെ ഒരാൾ ഡെഡ് ആയിക്കണേ. അങ്ങനെ ഇനി ഒരാളും കൂടെ ഡെഡ് ആവാണ്ട് കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡെഡ് ആയിക്കണം. അങ്ങനെ ഡെഡ് ആയി കിട്ടി. അങ്ങനെ 2 ഏലിയൻസ് ഡെഡ് ആയിക്കണം. അപ്പൊ നമുക്ക് നേരെ ഗണ്ണ് എടുത്താണ്ട് വെക്കാം. അപ്പൊ ഇതാണ് നമ്മളെ പോർട്ടൽ വരുന്നത്. അപ്പൊ ഈ പോർട്ടൽ കൂടെ നമ്മളെ കയറിയാൽ അപ്പുറത്ത് നമ്മളെ സിറ്റിയിലെത്തും. അപ്പൊ ഞാൻ കയറി ആരെ കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഈ മൂണിന്ന് പോകാൻ പറ്റും. അങ്ങനെ കയറിയപ്പോ നമ്മളെ സിറ്റിയിലെത്തി. അതേപോലെ തന്നെ ഈ സിറ്റിയിൽ നമുക്ക് മൂണിക്ക് പോകാൻ വേണ്ടി സിറ്റി ഒന്നല്ല, ഒരു ആദില്ലാത്ത പ്രദേശത്താണ്. അപ്പൊ നമുക്ക് നേരെ മൂണിക്കാണ് കടന്നിക്കണേ. അങ്ങനെ നമ്മൾ മൂണിന് എത്തി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ്, സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ. അടുത്ത വീഡിയോ. ബൈ.